നിങ്ങളുടെ റിയൽ ലൈഫിൽ ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഫ്രഷ് ഇപ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ ഫോണും കൊണ്ട് പോവാ. എനിക്കൊന്നും നമ്മളൊക്കെ ഫോൺ കൊണ്ട് പോലുണ്ട്. ഇവൻ പോവാണ്. ഞാൻ ബുക്സ് ഒക്കെ വായിച്ചിരിക്കാറുണ്ട്. ഫയർ റോസിക്കിന്റെ സ്വഭാവം പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനായിട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് റിയൽ ലൈഫും സിനിമ ലൈഫും തമ്മിൽ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെ ചെയ്തു? ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും റെഡി ആണല്ലോ. അയ്യോ അതല്ല, ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ നിങ്ങളെ മൂന്നാളെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. സന്ദീപ് കുറച്ച് കുറവായിരുന്നു. ഞങ്ങളാണ് മെയിൻ. ആകെ ഒരു 3 സീനുകൾ മെയിൻ ആവും. ഇപ്പൊ ഞങ്ങളാണ്. എന്റെ കസിന്റെ മോള് ചെറിയ കുട്ടിയാ. ഉമ്മ അടുക്കളയിലുള്ള സമയത്ത് കുട്ടി ഒറ്റയ്ക്ക് സ്റ്റെപ്പ് കയറി മോളത്തെ റൂമിലൊക്കെ പോയിരിക്കും. അപ്പൊ കുട്ടി ഒറ്റയ്ക്ക് മോളിൽ നിന്ന് സംസാരിക്കുന്ന കുറെ പ്രാവശ്യം ഇവളുടെ ഉമ്മ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവളോട് ചോദിക്കും നീ ആരോടായി സംസാരിക്കുന്ന പറയുമ്പോൾ കുട്ടി പറയും എനിക്ക് മോളിൽ ഫ്രണ്ട് ഉണ്ട്, എപ്പോഴും വരും, എന്റെ കൂടെ കളിക്കും എന്നൊക്കെ പറയും കുട്ടി. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെയിലിനകത്താണെങ്കിൽ എനിക്ക് ഓക്കെ പറഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ അവരൊക്കെ പറയാനൊരു 15 ടൈക്കൊക്കെ റീടേക്കാണ് ഏറ്റവും പ്രശ്നം. കാരണം നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ ഒരു സംഭവം കിട്ടുമെന്ന് വെച്ചു, ഒന്നുകൂടെ ചിലപ്പോൾ ക്യാമറയ്ക്കകത്ത് ചിലപ്പോൾ ഒരു എന്താ കൊതുക് കൊല്ലേ വന്നിരിക്കുമായിരിക്കും, ചിലപ്പോൾ കൊള്ളാത്തോണ്ടായിരിക്കും പറയുന്നത് റീടേക്കിന് വേണ്ടി പറഞ്ഞായിരിക്കും. എങ്കിലും അടിപൊളി സീനായിരുന്നു, പക്ഷെ ഒന്നുകൂടി എടുക്കാം. നല്ലായിരുന്നു കേട്ടോ. ഇല്ല ഞാൻ പറഞ്ഞല്ലോ വീണ്ടും. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന 4 ബോയ്സ് ഇനി നമ്മൾ അവരെ കാണാൻ പോണത് ഒരു ഹോസ്റ്റലിലാണ്, മഹാരാജ ഹോസ്റ്റല്. ലെറ്റ്സ് വെൽക്കം ശരത്, അഖിൽ ഷാ, സന്ദീപ് ആൻഡ് അഖിൽ എന്നാടി ഓൺ ക്ലബ് FM. വെൽക്കം ഗൈസ്. നിങ്ങൾ 4 ആളും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് സിനിമയിൽ കാണുന്ന പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു പേഴ്സണൽ ഒരു വിൻ പോലെയാണ്. കാരണം നിങ്ങളുടെ ഒരു ഗ്രോത്തിൽ നമ്മളും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണക്ഷനാണ് നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എന്തേ ഇത്ര വൈകിയേ? ഞങ്ങളാരും വിളിച്ചില്ല. അതുകൊണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് മഹാരാജ ഹോസ്റ്റലിലേക്ക് നിങ്ങൾ വരാൻ നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ആ കൊള്ളാല പരിപാടി ചെയ്താല എന്ന് എടുക്കാനുള്ള റീസൺ എന്തായിരിക്കും? മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹൊറർ ആയതുകൊണ്ടാണ്. ഈ ഹൊറർ കോമഡി ജേണർ എല്ലാവരും ആസ്വദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ജേണറാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഇങ്ങനെ കോൾ വന്ന സമയത്ത് ഹൊററാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓക്കെ ചെയ്യാന്നുള്ള ലെറ്റ്സ് ഡു എന്നുള്ള ഒരു സാധനം മൈൻഡിൽ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ സിനിമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു. സിനിമയിൽ ആരും വിളിച്ചിട്ടില്ല ഇതുവരെ, ആരും കഥ പറയാനും പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം അഷ്കർക്കെ വിളിക്കുന്നത്, അങ്ങനെ ഒരു കഥയുണ്ട് ഒന്ന് കേൾക്കാൻ പറ്റുമോ വെച്ചപ്പോൾ ഞാൻ എന്നെ കാണിക്കാനാണ് വന്നത്, ഞാൻ അവർക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ സിനിമ ചെയ്യാൻ റെഡിയാന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് കഥ കേട്ടു. ഓക്കെ, അടിപൊളി. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ അഷ്കറൊക്കെ മെസ്സേജ് തന്നു. അപ്പോൾ ഞാൻ എല്ലാം എൻ്റെ കൂട്ടുകാരൻ്റെ എല്ലാം ഡീൽ ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ അവൻ്റെ കൊടുത്തു, ഞാൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചപ്പം പറഞ്ഞ് സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവന് കോൺടാക്ട്. അപ്പം സ്പോട്ട് ചെയ്യാൻ വിളിച്ചു. ഒരു ആളിയ ഇതൊക്കെ സിനിമയുടെ ആവശ്യം പെട്ടാൽ സിനിമ നേട്ടോടെ പിന്നെ നമ്മൾ അറിയാമല്ലോ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് എറണാകുളത്ത് വന്ന് കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രൊഫൈല് ഓൾറെഡി അവനാണ് അയച്ചു കൊടുത്തത്. അപ്പം 3-4 ആൾക്കാർ ഇങ്ങനെ ഈ റോളിന് വേണ്ടിയിട്ട് കുറേ പേരെ ഇങ്ങനെ നോക്കി. അപ്പം താങ്ക് യു എല്ലാം മറന്നു. താങ്ക് യു. അപ്പോൾ അവിടെ പോയപ്പം ഡയറക്ടർ ചാരു സാറും അഷ്കർ ബ്രോയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോളേജിൽ കണ്ടിട്ടുള്ള സീനിയേഴ്സിൻ്റെയൊക്കെ റോള് ആണ്. അപ്പോൾ അത് കേട്ടപ്പം തന്നെ സാറല്ലേ കോളേജിലെ ജീവിക്കാൻ പറ്റില്ല, സിനിമയിലെങ്കിലും അങ്ങനെ ജീവിക്കാമല്ലോ എന്നുള്ള കേട്ടപ്പോൾ തന്നെ ചാർജായി. ഇവ നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സന്ദീപ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ഞാൻ ആലോചിക്കുന്നേ അഷ്കർക്ക് വിളിച്ചിട്ട് തന്നെ വന്നേ. ഇത് എനിക്ക് കഥയുടെ ഒരു പ്ലോട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഹൊറർ ഫിലിം ഒരു വ്യത്യസ്തമായിട്ടൊരു പ്ലോട്ടിനകത്ത് പറയുന്നുണ്ട്. ആ ഒരു എന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരത്തിലുള്ള സംഭവം, കേട്ടിട്ടില്ല സംഭവം. അതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ രാജേട്ടനൊക്കെ വന്ന് കഥ പറഞ്ഞപ്പോൾ ആ വൈബ് ഇഷ്ടപ്പെട്ട്. അങ്ങനെ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയും. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ഞാൻ നിങ്ങളെ 3 ആളെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. സന്ദീപ് കുറച്ച് കുറവായിരുന്നു അതിന്റെ ടീച്ചറിലൊക്കെ. അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങൾ 3 ആളോ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്ത്? ഞങ്ങളാണ് മെയിൻ. അല്ല, സസ്പെൻസ് കുറെ ചെയ്യുന്ന ഇവന്റ് വഴിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടെ പൊളിക്കാൻ പറ്റത്തില്ലോ. പതിയെ പൊളിച്ചു ആകെ ഒരു 3 സീനുകൾ മെയിൻ ആവും. ഇപ്പൊ ഞങ്ങളാണ് ഏറിക്കറ്റി വിടാനുള്ള. ക്യാരക്ടേഴ്സിനെ പറ്റി എന്റെ വർക്കി എന്നുള്ളൊരു ക്യാരക്ടറാണ് വർക്കി ഫ്രാൻസിസ്. ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ്റെ മോനാണ്. ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നൊരു കുട്ടി. ഈ കുട്ടിക്ക് എല്ലാം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാ അച്ഛനെ പേടിയാണേനും എന്നാ ചെയ്യും വേണം. ഇവരൊക്കെ പോലെ എനിക്ക് ആവാൻ ആഗ്രഹമുണ്ട്,
പക്ഷെ എനിക്ക് എൻ്റെ വീട്ടിൽ അത്രയും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് എനിക്കത് കുറച്ച് ബൗണ്ടറീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം കടക്കുന്നുണ്ട് ഇവരുടെ കൂടെ കൂടിയിട്ട്. അതെ, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ നശിപ്പിക്കുന്നു. പേടിച്ചോണ്ടനാ. കൂട്ടത്തിൽ ഏറ്റവും പേടിയുള്ള ഒരാള് ഞാനാണ് സിനിമയില്. ഈ ക്യാരക്ടർ അങ്ങനെയാ. കൂട്ടത്തിൽ ഒട്ടും പേടിയില്ലാത്ത അല്ല കുറച്ചൊക്കെ പേടിയുള്ള ഒരു character-ആണ് എൻ്റെ കൂട്ടത്തിലെ കലിപ്പ. എല്ലാ കൂട്ടത്തിലുണ്ടാവും. അതെ അതെ അത് ഞാനാ. ക്യാരക്ടറിന്റെ പേര് മിഥുൻ എന്നാണ്. സന്ദീപിന്റെ ഞാൻ സീനിയറാ കോളേജില്. ഓ ഇവരുടെ സീനിയർ ആണ്. ഓക്കെ. അങ്ങനെയൊക്കെ ആണ്. നൈസ് പേരാണ് അല്ലേ? എന്ത് പേരെന്താ? ശംഭു. ശംഭു. വൈബ് ശംഭു. ശംഭു ചേട്ടൻ. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച ഒരു റോളൊക്കെ തന്നെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിലും. നമ്മുടെ ക്യാരക്ടർ അരവിന്ദ്. അരയെന്നാണ് വിളിക്കുന്നത്. ഷോർട്ട് ഞങ്ങൾ വിളിക്കുന്നത്. അവർ വിളിക്കുന്നത്, ഫ്രണ്ട്സ് വിളിക്കുന്നത്. ഒരു ബ്രാഹ്മൺ ഫാമിലിയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ സ്ട്രിക്റ്റ് തന്നെയാണ്. എൻ്റെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് ഇവരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കുഴി കൊണ്ട് ചാടിക്കുക. അതാണ് മെയിൻ മോട്ടോ. അങ്ങനെ പോകുന്നൊരു ഈ സിനിമയിൽ തന്നെ പറയുന്ന സംഭവം ഞാൻ കണ്ടു. സം ഗെസ്റ്റ്സ് നെവർ ചെക്ക് ഔട്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും ചെക്ക് ഔട്ട് ചെയ്യാത്ത ആ ഒരു ഗസ്റ്റിനെ പറ്റി ചോദിച്ചാൽ ആരുടെ പേര് പറയും? വൈഫിന്റെ പേരാണ് എനിക്ക് വീട്ടിൽ കയറ്റും. അല്ല അത് ഗസ്റ്റ് അല്ലല്ലോ, കസിൻസ് ഒക്കെ എൻ്റെ. അല്ല അത് കസിൻസാ. ആദ്യം എൻ്റെ കുട്ടിക്കാലം എല്ലാം അടിപൊളിയാക്കി തന്നവരാ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അബ്ദു. ചെറുപ്പം മുതലേ, ചൈൽഡ്ഹുഡ് മുതലേ എപ്പോഴും എൻ്റെ കൂടെ എല്ലാത്തിനും അപ്പ് ആൻഡ് ഡൗണിലും എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അവൻ തന്നെ. എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഗസ്റ്റ് ഇല്ല. ചില ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ചില കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. അവരായിരിക്കും. അതെ അവരാ എൻ്റെ ഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും. അതാണ് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത്. ഈ പടം നമ്മുടെ ജോണർ എന്ന് പറഞ്ഞാൽ ഹൊറർ കോമഡി ജോണറാണ്. അപ്പൊ കുറെ കമ്പാരിസൺസ് വരുന്നുണ്ട്. ഞാൻ കുറെ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോ പാടികപ്പേര് കൂട്ടമണിയാണെങ്കിലും റീസെന്റ് ഇറങ്ങിയ പ്രകമ്പനാണെങ്കിലും അങ്ങനെയൊക്കെ. ഇങ്ങനത്തെ കമ്പാരിസൺ നിങ്ങളൊരു പോസിറ്റീവ് രീതിയിലാണോ അതോ അയ്യോ കുറച്ച് പ്രഷർ രീതിയിലാണോ? പ്രഷർ രീതിയില്ല. കാരണം ജോണർ വെച്ച് കമ്പയർ ചെയ്യണേ ഓക്കെ. രണ്ട് ടൈപ്പ് പടങ്ങളാകുമ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വാഴ വെച്ചിട്ട് ഈ പടത്തെ കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പറ്റില്ല. കാരണം രണ്ട് ജോണറാണ്. ഹൊററാണ് ഇത്, മറ്റേത് കുറച്ചുകൂടെ കോമിക്കായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ നമുക്ക് പ്രഷർ വരും. ആൾക്കാർ കമ്പയർ ചെയ്യല് നോക്കുമ്പോൾ പ്രഷർ വരും. അതങ്ങനെയാണല്ലോ, എല്ലാ ആൾക്കാരും കമ്പയർ ചെയ്ത് തുടങ്ങും. ഓരോ പടം ഹോസ്റ്റൽ പടം ആകുമ്പോൾ ഇത് ഇന്ന മറ്റേ പടം പോലെയാണെന്ന് ആദ്യമേ ചിന്തിക്കും. അപ്പം നമ്മളായിരുന്നാലും ചില സമയം ചില സിനിമയുടെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാം ഹോസ്റ്റലാണല്ലേ അപ്പം ഇതുപോലെ ആയിരിക്കും. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ പൊതുവെ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് പരിപാടിയല്ലേ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോ ഉമ്മയൊക്കെ പറയും നീ അവനെ കണ്ടുപിടിക്കുക അവളെ കണ്ടുപിടിക്കുക. അപ്പൊ അത് നമുക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ സിനിമ ആ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും എനിക്കതൊരു ബോറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മളൊരു സിനിമ കണ്ട് വിലയിരുത്തല്ലേ വേണ്ടത്. ഇപ്പൊ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് മനസ്സിൽ വരുന്നത് മറ്റേ അടികപ്പേരെ കൂട്ടമണി പോലെ ആയിരിക്കില്ലേ. പക്ഷെ അതുപോലെയേ അല്ല, ഇത് ഡിഫറെന്റ് ഒരു വൈബാണ്. ഹൊററാണ്. നിങ്ങളുടെ റിയൽ ലൈഫിൽ ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഫ്രഷ് എന്താ എല്ലാരും ചോദിച്ചത് അമ്മയുടെ വീട്ടിലെ കഥ. എന്റെ അമ്മയുടെ വീട്ടിൽ ആക്ച്വലി നിസ്കാര റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പൊ അമ്മയുടെ വീട്ടിൽ അധികം അമ്മായി ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അമ്മായി ഉണ്ടാവുമ്പോൾ തന്നെ അമ്മായി നിസ്കരിക്കുക താഴത്തെ റൂമിൽ നിന്നാണ് നിസ്കരിക്കുക. അപ്പോൾ ആ പ്രയർ റൂം അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല. അപ്പൊ മക്കൾ വന്നാൽ പോലും മക്കളൊന്നും അങ്ങനെ നിസ്കരിക്കൂല, ആ റൂമിൽ കയറാറില്ല. അപ്പൊ അധികം അത് പൂട്ടി കിടക്കലൊക്കെ ആയിരിക്കും. അപ്പൊ അമ്മായി റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി തുറന്നു നോക്കുമ്പോഴൊക്കെ മടക്കി വെച്ച മുസലിലൊക്കെ നീർന്ന് കിടക്കുന്ന പോലെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവാറുണ്ട് അത്ര ആ റൂമിൽ. എത്ര ഇങ്ങനെ പൂട്ടി വെച്ച റൂമാ, ഇല്ല കൂട്ടി വെച്ചാലും മടക്കി വെച്ചത് പായൊക്കെ അതുപോലെ നേർന്ന് കിടക്കുന്ന കാണാം. അപ്പൊ അമ്മായി രാവിലെ സുബഹിയൊക്കെ നിസ്കരിക്കാൻ എണീക്കുമ്പോഴൊക്കെ മുകളിൽ നിന്ന് വുളു കൊടുക്കുന്ന ടാപ്പ് തുറന്ന് പൈപ്പ് ഇതാക്കുന്ന സൗണ്ട് കേൾക്കാറുണ്ട്. മുകളിൽ കൂടെ ആൾക്കാർ നടക്കുന്ന സൗണ്ട് കേൾക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മായിക്ക് ഭയങ്കര ധൈര്യം കേട്ടോ. അപ്പൊ ആള് ആദ്യം ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഈ അമ്മായിയുടെ മക്കൾ, അതായത് എന്റെ കസിൻസ് വീട്ടിൽ നിൽക്കാൻ വന്ന സമയത്ത് ഒരാൾ ഇതുപോലെ ചെറിയ മോളുണ്ട്. അപ്പൊ മോള് ഒന്ന് ഉറങ്ങിയിട്ട് കരഞ്ഞിട്ട് ഇവിടെ എണീറ്റപ്പോ ഡോറിന്റെ അവിടെ നിന്ന് ആരോ ഇങ്ങനെ എത്തി നോക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇവര് ഒരു തങ്ങളുടെ അടുത്തേക്ക് പോയ സമയത്ത് അവർ പറഞ്ഞ് നമ്മളൊരു വീട്ടില് പ്രെയർ റൂം ഉണ്ടാക്കിയിട്ട് അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടവർ യൂസ് ചെയ്ത് പോകത്രേ. അപ്പൊ നമ്മുടെ ഇസ്ലാമിൽ പറയുന്നെങ്കിൽ ജിന്ന് എന്നൊക്കെ, നല്ല ജിന്ന്, അങ്ങനെ ജിന്ന് വന്ന് നിസ്കരിച്ച് പോകുന്നതാണ് അത്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ആ നിസ്കാര റൂം മാറ്റിയിട്ട് അത് സ്റ്റോർ റൂം ആക്കാൻ പറഞ്ഞു. അങ്ങനെ അത് നിസ്കാര റൂം മാറ്റിയിട്ട് സ്റ്റോർ റൂം ആക്കി. ഞങ്ങൾ അല്പം മോഡേൺ ഫാമിലി അതൊക്കെ.
ആ ഈ അമ്മ എന്റെ കസിന്റെ മോള് ചെറിയ കുട്ടിയാ, 4.5 വയസ്സായുള്ള കുട്ടി. അപ്പൊ ഈ കുട്ടി ഇടക്ക് ഇതുപോലെ മുകളിലൊക്കെ കയറി പോകും. രാവിലേക്ക് ഉമ്മ അടുക്കളയിലുള്ള സമയത്ത് കുട്ടി ഒറ്റയ്ക്ക് സ്റ്റെപ്പ് കയറി മുകളിലത്തെ റൂമിലൊക്കെ പോയിരിക്കും. അപ്പൊ കുട്ടി ഒറ്റയ്ക്ക് മുകളിൽ നിന്ന് സംസാരിക്കുന്ന കുറെ പ്രാവശ്യം ഇവളുടെ ഉമ്മ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവളോട് ചോദിക്കും നീ ആരോടായി സംസാരിക്കുന്ന പറയുമ്പോൾ കുട്ടി പറയും എനിക്ക് മുകളിൽ ഫ്രണ്ട് ഉണ്ട്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എപ്പോഴും വരും എൻ്റെ കൂടെ കളിക്കും എന്നൊക്കെ പറയും കുട്ടി. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് സ്റ്റോർ റൂം ആക്കിയതിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് പേടിയാ വീട്ടിൽ പോവാം, ഞാൻ പോവില്ല. ഇതിലെങ്ങനെ വിശ്വസിക്കലുണ്ടോ ഹൊറർ? വിശ്വസിക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല, കാരണം നേരത്തെ അവിടെ ഉറങ്ങും. 9 മണിക്ക് എടുക്കുന്ന രാത്രി ഇറങ്ങി നടക്കുന്നവർക്കല്ലേ. അല്ല പകല് പ്രേതം വരാലോ. പകല് വരുന്ന പ്രേതം ഞാൻ കണ്ടിട്ടില്ല. സിനിമയിലൊക്കെ രാത്രിയല്ലേ അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ പണ്ടത്തെ ആൾക്കാർക്ക് പറയും, വീടിനപ്പുറത്ത് കാവുണ്ട്, അപ്പൊ ഇങ്ങനെ പറയും അവിടെ ഓപ്പോസിറ്റ് പള്ളിയുണ്ട്, അടുത്തടുത്ത് അപ്പുറം, അപ്പൊ അതിനിടയ്ക്ക് എന്റെ വീട്. അപ്പൊ ഇങ്ങനെ രാത്രി മരുത്തുപോക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് തീകോളം ഇങ്ങനെ പോവും, ഇങ്ങനെ വന്ന് കാണുന്നൊക്കെ. എനിക്കറിയില്ല, അവരങ്ങനെ പറയും. അപ്പൊ ഇതൊക്കെ കേട്ട് കൊച്ചിനെ സാധനം മേടിക്കാൻ വേണ്ടി കാവൻ വേണ്ടി പോകും. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഡിം ലൈറ്റ് ആയിരിക്കും, അന്നേരം ഒരു ഓട്ടോ ഉണ്ട്, ഒന്നും കാണത്തില്ല, പക്ഷെ ഉള്ളിൽ ഒരു പേടി കിടപ്പുണ്ടല്ലോ. ഓൾറെഡി കഥകൾ കേട്ടിട്ടുള്ള പേടി. അടുത്ത നിങ്ങളുടെ സിനിമയെ പറ്റിയിട്ട് 3 വേർഡ്സ്, പക്ഷെ അതിൽ സ്പോയിലർ ഉണ്ടാവരുത്. ഇത് കണ്ടിരിക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ പറയാൻ പറ്റില്ല, ബ്യൂട്ടിഫുൾ സിമ്പിൾ ഹൊറർ കോമഡി ഫിലിം. 6 വാക്കായോ? 3 നിന്റെ അത് വല്ല 3 പറ. 3 വേർഡ്സ്. നല്ലൊരു പടമാണ്, ഫാമിലി എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റിയ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. സിമ്പിൾ ആയിട്ട് 3 വേർഡ്സ് ഞാൻ പറയാം. ഡിസ്ക്രൈബ് അഡ്ജക്റ്റീവ്സ് പോലെ. ഫൺ, ഹൊറർ, സർപ്രൈസ്. കണ്ട ഓക്കെ ഓക്കെ. ഇനി ശരത്. സിമ്പിൾ, ഫണ്ണി, സ്കേറി. ശ്യാമോൻ പറഞ്ഞ ഒരു സംഭവം കേട്ടിട്ടുണ്ട്, അതായത് തുടക്കത്തിൽ ഭയങ്കര ചില്ലായിട്ടാ പോയത്, പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. ഒരു റോളർ കോസ്റ്റർ പോലെ സിനിമയുടെ ഇത് പോയത്. വൈ? കഥ എങ്ങനെയുണ്ട്? അത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഇതിന്റെ അല്ല ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാരും അറിയുന്ന ആൾക്കാരാ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാ, അപ്പൊ നമ്മൾ ഭയങ്കര കംഫർട്ട് ആയിരുന്നു ലൊക്കേഷൻ. ആ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഞാനിവനും കണ്ടിട്ട് ഞാൻ അവനും കണ്ടിട്ട്, സന്ദീപിന് ഞാൻ ഈ സെറ്റ് ഒന്നുമല്ല നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു ശരിക്കും ഒരു ട്രിപ്പ് മോഡായിരുന്നു പടം. ഫസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഫണ്ണായിട്ട് അങ്ങനെ പോയി, കുറച്ചെത്തിയപ്പോ പടത്തിന്റെ തന്നെ ട്രാക്ക് മാറി. അപ്പൊ നമ്മുടെ ക്യാരക്ടറിലും ആ സാധനം മാറണല്ലോ. അപ്പൊ അത് കുറച്ച് ഈ ഹൊറർ എലമെന്റ്സ് ഒക്കെ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഷൂട്ട് ആയിരുന്നു ഏറ്റവും വലിയ പാട്. അതെ, കണ്ടിന്യൂസ് നൈറ്റ് ഷൂട്ട്. കാരണം ഈ ഞങ്ങൾ ഈ രാത്രിയിലൊന്നും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല, എന്റെ ഷൂട്ടിംഗ് പകലായിരിക്കും. ഈ വീഡിയോസ് ആണെങ്കിൽ പോയി ഇവൻ നാളെ ഉറങ്ങും. അപ്പൊ നൈറ്റ് ഷൂട്ട് ഭയങ്കര പാടാണ്. അത് വെളുപ്പിന് വരെ പോകും, 6 വരെയൊക്കെ പോകുമായിരുന്നു കണ്ടിന്യൂസ് 2-3 ദിവസമൊക്കെ. അപ്പൊ പകല് ഉറങ്ങാൻ കിടക്കുമ്പോ ഉണ്ടല്ലോ, ഉറങ്ങാൻ വേണ്ടി കിടക്കും, പക്ഷെ അന്നേരം ഞാൻ കട്ടിലേക്ക് കിടന്ന് ഷൂട്ട് ചെയ്യുക. അച്ഛനൊക്കെ ഇത്രയും സീരിയസ്ലി അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ചാടി എണ്ണിക്കണോ മനസ്സിലാവുന്ന അയ്യോ എനിക്ക് ചാലഞ്ചിങ്. ആക്ച്വലി ഞാൻ ഇതിനു മുമ്പ് സിനിമ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ ഈ രാത്രി ഉറക്കമൊക്കെ നമ്മുടെ സൈക്കിളേ മാറിപ്പോയി. പകലുറക്കം വരുന്നില്ല, പക്ഷെ അവിടെ ഷൂട്ടിന്റെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഉറങ്ങിപ്പോകും. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അഭിനയിക്കാൻ നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും വലുതായിട്ട് അങ്ങനെ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടും അത് വലിയ ചാലഞ്ചിങ് ആണ്. സന്ദീപ്, ഞാൻ സംഭവം പടത്തിൽ വന്നപ്പോൾ എനിക്കറിയത്തില്ല ഡയറക്ടർ തെലുങ്കാണെന്നുള്ള, പുള്ളി വേറെ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് എൻ്റെ ക്യാരക്ടർ ഒന്നും അറിയാത്തില് സന്ദീപ് ഞാൻ ഇങ്ങനെ എനിക്ക് അപ്പോഴാണ് ടെൻഷൻ. അപ്പൊ ഞാൻ അഷ്കർക്ക അപ്പൊ എന്തോ എൻ്റെ അടുത്ത് വന്നിട്ട് സ്റ്റേജിൽ ഫസ്റ്റ് ഷോട്ട് അതായിരുന്നു, സ്റ്റേജിൽ എന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് സന്ദീപ് ഡിസ്ലൈക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് അഷ്കർക്ക പുള്ളി എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ടെൻഷൻ, ഞാൻ ഈ ക്യാരവനെ കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയാണെന്നുള്ള എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചിങ്ങനെ കാലെടുത്ത് വെളിയിൽ വയ്ക്കും. അപ്പം സ്ക്രിപ്റ്റ് രാജ് സാർ വരും, സന്ദീപ് നിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ അജിത് മേനോനില്ലേ അതുപോലത്തെ ക്യാരക്ടർ, അത് സാധനം പിടിച്ചാൽ അത് ഇങ്ങനെ പിടിച്ചാൽ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ ക്യാരവന് കാര്യം പുള്ളി വരും. അതുകൊണ്ട് ഇറങ്ങത്തില്ല പുറത്തോട്ട്. എപ്പോഴും വന്ന് ടെൻഷൻ ഉണ്ടാകും. നമ്മള് കൂളായിട്ട് ഇങ്ങനെ ഇരിക്കണം. നമ്മള് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ പുള്ളി സൈഡിൽ നോക്കുമ്പോ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇങ്ങനെ നിൽക്കും, നമ്മൾ ഇറങ്ങണ കാത്തിട്ട് സന്ദീപ് അജിത് മേനോൻ പിടിച്ചാൽ കേട്ടോ, അതാണ് കറക്റ്റ് ക്യാരക്ടർ. ഇതൊക്കെ ടെൻഷൻ അടിച്ചിട്ട് അവിടെ പോയി എന്ത് ചെയ്യണം, നമുക്ക് അത് അജിത് മേനോൻ എന്ത് ഇത് അങ്ങനെ ചെയ്തപ്പോ
പുള്ളി ഓക്കെ അത് മതി, ഈ സാധനം പിടിച്ചാൽ മതി. നല്ലപോലെ ചെയ്തു കേട്ടോ. അടുത്ത പറയാൻ വേണ്ടി പോവാ. ക്യാരക്ടറിനെ പറ്റി ബ്രീഫിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അവര് കുറേ സമയം ഞങ്ങളടുത്ത് പറഞ്ഞു, കുറേ ദിവസങ്ങൾ പറഞ്ഞു ഇന്ന പോലെ പിടിക്കണം, ഇന്ന പോലെ ഈ മീറ്റർ പിടിച്ചാൽ മതി. ഞങ്ങൾ കേൾക്കൂ. പിന്നെ അവസാനം ഞങ്ങളടുത്ത് പറയാതെ അവര് അവസാനം മീറ്റർ വന്നല്ല, ഉദ്ദേശിച്ച മീറ്റർ വന്നിട്ട് അല്ലേ, മീറ്റർ വന്നിട്ട് അപ്പൊ കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാജ് സാറിനെ കാണാൻ ഇങ്ങനെ പോഞ്ഞ ചായ. ഇല്ലിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് ഹുക്കാക്കി നിർത്താനായിട്ട് 3 seconds എന്തോ വേണമെന്ന്. പക്ഷെ സിനിമയിൽ വെച്ച് അങ്ങനെ പോരാ, 2 hours നമ്മൾ ഹുക്ക്ഡ് ആയിട്ടിരിക്കണം. അതിനിടെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് റിയൽ ലൈഫും സിനിമ ലൈഫും തമ്മിൽ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെ ചെയ്തു? ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും റെഡി ആയില്ല. അയ്യോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്തൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്തു? ഇല്ല, റീല് വേറെ സിനിമ വേറെ, രണ്ടും എൻ്റെ ഡിഫറെന്റ്, രണ്ടും രണ്ട് പ്ലാറ്റ്ഫോമാ. ഇപ്പൊ റീല് എന്ന് വെച്ചാല് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ തന്നെ ക്യാമറാമാനും, നമ്മൾ തന്നെ ഡയറക്ടർ, നമ്മൾ തന്നെ ആക്ടർ, നമ്മൾ തന്നെ എഡിറ്റർ, പിന്നെ നമ്മൾ തന്നെ നമ്മുടെ ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു സാധനം. പക്ഷെ നമ്മൾ സിനിമയിലോട്ട് വരുമ്പോൾ നമ്മൾ ഡയറക്ടേഴ്സിന്റെ ആക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മള് ആ ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യണം. അത് ഉൾക്കൊള്ളാൻ പറ്റിക്കണോ ഇല്ലേ നമുക്കറിയില്ല, പക്ഷെ നമ്മൾ മാക്സിമം ഔട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് റിയലായിട്ട് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല, രണ്ടും രണ്ട് ഫേസ് ആണ്. അത് കോമഡി റീൽസ് ആണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഷാമുവിന്റെ കണ്ടാണ്. പക്ഷെ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ജഡ്ജ് ചെയ്യാൻ പാടില്ല, പക്ഷെ ഒരു സീരിയസ് ടൈപ്പ് തോന്നി. സീരിയസ് ആവുന്നുണ്ട് എന്റെ ക്യാരക്ടർ ഇതിൽ അങ്ങനെയാണ്, ഒരു ഭയങ്കര പേടിത്തോണ്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നിങ്ങളാണെങ്കിലോ ആ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മള് റീല് ചെയ്യുമ്പോ എവറിഥിങ് നമ്മളുടെ അണ്ടർ കൺട്രോൾ ആണ്. പക്ഷെ ഇതൊരു ഡയറക്ടറിന്റെ അണ്ടർ കൺട്രോളിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എന്താ ഫീൽ ചെയ്തു? ഇതിനകത്ത് റീലിനകത്താണെങ്കിൽ എനിക്ക് ഓക്കെ പറഞ്ഞാൽ മതി, ഇവിടെ ആകുമ്പോ അവരൊക്കെ അവരൊക്കെ പറയാനൊരു 15 ടൈക്കൊക്കെ റീടേക്ക് ആയിട്ട് പ്രശ്നം. കാരണം നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ ഒരു സംഭവം കിട്ടുമെന്ന് വെച്ചു, ഒന്നുകൂടെ ചിലപ്പോൾ ക്യാമറയ്ക്കകത്ത് ചിലപ്പോൾ ഒരു എന്താ കൊതുക് അല്ലേ വന്നിരിക്കുമായിരിക്കും, ചിലപ്പോൾ കൊള്ളാത്തോണ്ടായിരിക്കും പറയുന്നത് റീടേക്കിന് വേണ്ടി അല്ല അങ്ങനെ അശ്വർക്ക് പറയാറുണ്ട് അങ്ങനെ. അടിപൊളി സീനായിരുന്നു, പക്ഷെ ഒന്നുകൂടി എടുക്കാം പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പറയാം ഒരു കൊതുകാന്ന് തോന്നി ഇങ്ങനെ വന്നിരുന്നോട്ട് ഒന്നും എടുക്കാം. മെയിൻ അവരുടെ ഡയലോഗ് ഫോക്കസ് ഔട്ട്. നമ്മള് ബാഡാക്കാതിരിക്കാൻ. ഇതിന്റെ ഒരു ടാഗ് ലൈൻ കണ്ടു, ഈ പറഞ്ഞ ഓൺലി എൻട്രി നോ എക്സിറ്റ്. അത് നമ്മളവിടെ സ്റ്റക്ക് ആയി പോലത്തെ ഒരു ഫീലാണ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും അങ്ങനെ ഒരു പീരീഡ് ഉണ്ടായിട്ടുണ്ടോ? ഓഫ് പണി പാളിയല്ല, ഇവൻ ബാത്റൂമിൽ സ്റ്റക്ക് ആയിട്ടുണ്ട്. അല്ല ശരിക്കും ഷൂട്ടിന് പോയപ്പോഴേ റീസെന്റ് അഭിനയിച്ച ഒരു മൂവിയുടെ ഷൂട്ടിന് വേണ്ടി പോയപ്പോൾ ഒരു ഹോട്ടലിലെ റൂം എടുത്തു തന്നു. അത്യാവശ്യം നല്ല റൂമൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. റൂമിനകത്ത് ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ പുറത്തു പോയി, അവൻ 2 ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ബാത്റൂമിൽ കയറിയിട്ട് എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല. ബാത്റൂമിൽ കയറി ഇതിങ്ങനെ ലോക്ക് ചെയ്തപ്പോൾ പിന്നെ തുറക്കുന്നില്ല. ബാത്റൂമിനകത്ത് ഫോണില്ല. ഞാൻ പെട്ടു. വിളിക്കലാണെങ്കിൽ ഫോണും ഇല്ല. എനിക്ക് കൂട്ടുകാരൻ പറഞ്ഞെങ്കിൽ 2 ദിവസം എടുക്കും. അയ്യോ, ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ തൊട്ട് പിറ്റേ ദിവസം എനിക്ക് ഷൂട്ടും ഇല്ല, 3 ദിവസം ഷൂട്ടുള്ളൂ. അപ്പൊ അവര് തിരക്കണമെങ്കിൽ 3 ദിവസം എടുക്കും. പിന്നെ പെട്ടുപോയി. ആദ്യം കുറെ നേരം ഇങ്ങനെ ഇരുന്നു. ഇതിന്റെ ഷൂട്ടിനാണോ? ഇതിന്റെ വേറെ കുറെ നേരം ഇങ്ങനെ ഇരുന്നു. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു, പോലെ ഈ ഡ്രെയിനേജ് ഉണ്ടല്ലോ, വെള്ളം പോകുന്ന ഡ്രെയിനേജ് ഉണ്ടല്ലോ, അതാണെങ്കിൽ 1-2 കവർ കിടപ്പുണ്ട് അവിടെ, പ്ലാസ്റ്റിക് കവർ. അത് വെച്ചിട്ട് ഞാനത് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഈ ടാപ്പ് തുറന്നു വിട്ടു. ടാപ്പ് വെള്ളം നിറയുമല്ലോ. വെള്ളം നിറഞ്ഞു പറഞ്ഞാൽ എനിക്കൊന്നൊരു 1 മണിക്കൂർ എടുത്ത് ഈ ഒരു ഹൈറ്റ് വെള്ളം വരാൻ വേണ്ടി. എന്നിട്ട് ഇവിടുന്ന് ബാത്റൂം കുറച്ച് താന്നിരിക്കുക, ഇവിടുന്ന് മണ്ടക്കോട്ട് വന്നു. റൂമിനകത്ത് മൊത്തം വെള്ളമായി. എനിക്കൊരു 2 മണിക്കൂറിനുള്ളിൽ വെള്ളം പുറത്തു പോയി. അങ്ങനെ ആൾക്കാർ നോട്ടീസ് ചെയ്ത് വന്നു. എന്റെ പൊന്നെ, എന്തൊരു സ്മാർട്ടാണ്. അതിനൊരു കയ്യടിയിട്ടാ. ഞാനൊക്കെ ടെൻഷനൊരു സ്ഥലം പിന്നെ അവര് കഥ വന്ന് പൊളിച്ചു. കാരണം തുറക്കാൻ പറ്റുന്നില്ല, അവർക്ക് എത്ര നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല, ബാത്റൂമിന്റെ ലോക്കായി പോയി. അതുകൊണ്ട് ഇത് കാണുന്നവരായാലും ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ പറ്റുവാണെങ്കിൽ അതെ, എപ്പോഴും ബാത്റൂമിൽ പോകുമ്പോൾ ഫോൺ കൊണ്ട് പോവാ. സാധാരണ എനിക്കൊന്നും നമ്മളൊക്കെ ഫോൺ കൊണ്ട് പോലുണ്ട്. അങ്ങനെയല്ല, സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിട്ട് ഫോൺ കൊണ്ടുപോകണം. ആർക്കും ഡിസ്റ്റർബൻസ് വിചാരിച്ചാലും. ഇനി അടുത്ത് നമ്മളൊരു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റിന് പേരെന്ന് പറയുന്നത് ആരാ എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ആരാ അതാണ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് സിമ്പിൾ 2-3 ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഉത്തരം പറയാം.
നിങ്ങൾക്ക് ആരെ വേണേലും പറയാം. ചിലപ്പോൾ സിനിമ മഹാരാജ ഹോസ്റ്റൽ റിലേറ്റഡ് ആയിരിക്കും. ഈ മഹാരാജ ഹോസ്റ്റലിന് പേരിടാനായിട്ട് എന്താ കാരണം എന്നറിയോ? ഐ മീൻ എന്തെങ്കിലും മഹാരാജാസ് മഹാരാജ് എന്ന് കോളേജ് പറഞ്ഞ സംഭവം എല്ലാം ഹിറ്റാ. മഹാരാജ എല്ലാം ഹിറ്റാ. കോളേജുമായിട്ട് ബന്ധമില്ല. അല്ല മഹാരാജ് എന്ന് പേരിട്ട എല്ലാ സംഭവം ഹിറ്റാണ്. മൂവീസ് നോക്കിയല്ലേ എല്ലാം ഹിറ്റാണ്. പക്ഷെ ഇത് ഭയങ്കര ക്യാച്ചി നെയിം അല്ലേ? അതെ, ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ മതി, മൈൻഡിൽ നിൽക്കും. കാര്യം ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ മഹാരാജാസ് കോളേജിലെ പഠിച്ചേ. അപ്പൊ ഞാൻ അല്ല മഹാരാജാസ് ഹോസ്റ്റലിന്റെ ആണ് എന്തെങ്കിലും ഹോസ്റ്റലായി ബന്ധപ്പെട്ട അങ്ങനെ വിചാരിച്ചു ഞാൻ ആദ്യം. ചോദിക്കുന്നുണ്ട് മഹാരാജാസ് ഹോസ്റ്റലാണെന്ന് ചോദിച്ചു. കോളേജായിട്ട് ഡയറക്ട്ലി ഇതിന് ബന്ധമില്ല. പക്ഷെ എന്തോ ഒരു ബന്ധമുണ്ടോ? അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തോ ഉണ്ട്. എന്തുകൊണ്ടെന്ന് പറയില്ലയോ? അല്ല അങ്ങനെയൊക്കെ. എന്താ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? എനിക്ക് ചെറിയ ബന്ധം, ഇവര് പറയാത്തതാ, പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓ അതെല്ലേ, ഒരു ഗെറ്റപ്പ് ചേഞ്ചിൽ അതെ. ഓക്കെ, സെറ്റ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതുപോലൊരു ഹോണ്ടഡ് ഹോസ്റ്റല് നിങ്ങൾ റിയൽ ലൈഫിൽ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ ടൈം സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്? സന്ദീപ് ആയിരിക്കും. കാരണം അതിന് വിശ്വാസമല്ല, ഒന്നും പേടി. അപ്പൊ കൂടുതൽ ടൈം സർവൈവ് ചെയ്യുന്ന പറയണം. ശരി, ഈ പടത്തിൽ കൂടുതൽ ടൈം ആരാ സർവൈവ് ചെയ്യണം? ഐ മീൻ പോടാ എന്ന് പറയണത് സന്ദീപാണോ? അല്ല, ഞാൻ ഇടയ്ക്ക് പകുതി വെച്ച് പോവല്ലോ. പകുതി വയ്ക്കുമ്പോ ഞാൻ വിമാരെ കുഴി ചടിച്ചിട്ട് ഞാൻ ഓഫ്, അങ്ങനത്തെ സീനിയറാണ്. അതെ. ഓക്കെ, ശരി. ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഗോസ്റ്റ് ആയിട്ട് കമ്പനി അടിച്ചിരിക്കുക? റിയൽ ലൈഫിൽ ഇവനായിരിക്കും. Character ആണെന്ന് തോന്നുന്നു. ഗോസ്റ്റിന്റെ കൂടെ റീലൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഈ ഗോസ്റ്റ് അറ്റാക്കിന്റെ ഇടയിൽ റീൽ എടുക്കണ ആളാണ്. 50 kg ഗോസ്റ്റ് പെണ്ണായിരിക്കണം എങ്കിലേ പറ്റും. അല്ല, ഇതിലെ ഗോസ്റ്റ് ആയിട്ട് ഞാൻ കുറെ റീൽസ് എടുത്തിട്ടുണ്ട്. ആഫ്റ്റർ സിനിമ ഞാൻ കാണിക്കാം. പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൊക്കേഷന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ റീൽ എടുത്തത് നിങ്ങൾ എടുത്തായിരുന്നു ഇതിന്റെ ഇടയ്ക്കടെ. പക്ഷെ കാണിക്കാൻ പറ്റില്ല. അല്ല, ഇവൻ തന്നെയാ കൂടുതൽ എടുത്തത്. ഇവൻ സിനിമ ഇറങ്ങി കഴിയുമ്പോ എങ്ങനെ പോയാലും സിനിമയും കാലിലും വിഷ്വലും അവന്റെ കയ്യിലുണ്ട്. സിനിമ മൊത്തം കാണാനത്ത് മറ്റു ഡയലോഗ് സാധനങ്ങളാണ്. എല്ലാം ഉണ്ട്. അടിപൊളി. സിനിമ ഏറ്റവും പ്രൊമോട്ട് ചെയ്യാൻ പോണവനാ. ആരായിരിക്കും ആ തന്നെ സ്ക്രീം ചെയ്യാൻ പോണത്? പ്രേതത്തിനെ കണ്ടിട്ട്. അതെ, ക്യാരക്ടർ വൈസ് ഇവനായിരിക്കും. അല്ലാതെ എല്ലാരും കണ്ട് പേടിച്ചോടും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പറയാം. ഉണ്ടാവും. അതില് ഓടും ഗോസ്റ്റ്. പക്ഷെ ഞാൻ കുറച്ച് ധൈര്യമുള്ള ആളാണ്. റിയൽ ലൈഫിലും റിയൽ ലൈഫിൽ മാത്രം. നമ്മളൊരു 2 AM സമയത്ത് ഒരു ഹോണ്ടഡ് ഹോസ്റ്റലിൽ കുടുങ്ങി. ആദ്യം ആരെ വിളിക്കും? ഫസ്റ്റ് ആക്കിൽ പറ. പഠിച്ചോനെ. ആ കോളല്ലേ ഈ കോള്? ആദ്യം വിളിക്കുന്ന പോലീസിനായിരിക്കത്തില്ലേ? ആ പോലീസിന് ഏത് പ്രേതം? അല്ല, ഇപ്പൊ ഈ 2 മണിക്ക് ഉണർന്നിരിക്കുന്ന പിന്നെ ആരുണ്ട് വേറെ? അങ്ങനെ എല്ലാരും ഉണർന്നിരിക്കും, നീ മാത്രമേ ഉറങ്ങുള്ളൂ. ഓ ശരിയാണ്. അതിനുള്ള ചാൻസ് ഇല്ല കേട്ടോ. 2 മണിക്ക് ഉണർന്നിരിക്കാറില്ല. എനിക്കത് ബാധകമല്ല. ഇങ്ങോട്ട് ചോദിച്ചു. അല്ല, അപ്പൊ നമ്മൾ കണ്ടത് കണ്ടിട്ട് ഓക്കെ രാവിലെ ആണെന്ന് ഉറക്കണം ഉറങ്ങും. ഓക്കെ, ഗുഡ് നൈറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, സന്ദീപ് ആണെങ്കിൽ കൂട്ടുകാരന്മാരെ ഒന്ന് പാടാ, ഇവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട്. അങ്ങനെയല്ല, ഇവിടെ ഇടയ്ക്ക് സൗണ്ട് ഒക്കെ ഇവന്മാർക്ക് അറിയാം. ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല. അപ്പൊ അങ്ങനെ പെണ്ണുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഫ്രണ്ട്സിനെ തന്നെ വിളിക്കാം, വന്നോളൂ. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കാ ആരെങ്കിലും വിളിച്ച് അലറി കരഞ്ഞ ആരെങ്കിലും ഒരാൾ കമ്പനിക്ക് ഉണ്ട്, എനിക്ക് പ്രശ്നമില്ല, ഞാൻ അതിജീവിക്കും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാ, വേറെ വഴിയില്ല. ഞാൻ കരഞ്ഞ ആദ്യം ഓടും. ഫോണൊന്നുമില്ല. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു റീലിന് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് കമന്റ്സ് കിട്ടിയെന്ന് ഓർത്തോ? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് അഡ്വൈസ് തരുന്ന ആ ഒരു ആൾ? നമ്മൾ തന്നെ. അതിനെന്നെ മോട്ടിവേറ്റ് ചെയ്യണം. പോട്ര സാരില്ല പിന്നെ അങ്ങനെയൊക്കെ വരും. അതിനെന്നെ മോട്ടിവേറ്റ് ചെയ്യും. അല്ല, അത് സത്യം പറഞ്ഞ ഒരു സോഷ്യൽ എന്താ പറഞ്ഞ ഒരു നന്മയാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. എൻ്റെ കമന്റ് സെക്ഷനൊക്കെ സോഷ്യൽ നന്മയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേറ്റ് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞാൽ നല്ല ഫ്രസ്ട്രേഷൻ ആയിരിക്കും. അവർക്ക് തീർക്കാൻ പറ്റത്തില്ല. വൈഫിൻ്റെ അടുത്ത് പോയി തീർത്ത് കഴിഞ്ഞാൽ അവർ തെറിവിളി കാര്യങ്ങളായിരിക്കും. വീട്ടിൽ തീർക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് എങ്ങനെങ്കിലും ഒന്ന് ഇത് കളയണം. അതിനൊരു മാർഗ്ഗമാണ് എൻ്റെ കമന്റ് സെക്ഷൻ. അല്ലേ? നിങ്ങൾക്കുണ്ടോ എനിക്കറിയില്ല. നമ്മൾ നല്ലൊരു ഇവന്റെ ഒരു വീഡിയോ കളിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ വീഡിയോ. മറ്റേ സ്നിക്കേഴ്സിന്റെ എന്തോ 2 വർഷം മുമ്പ്. അപ്പൊ നമ്മൾ അതിനൊരു ഓപ്പൺ ആയിട്ട് അങ്ങനെ പറടാ, നമ്മൾ മൈൻഡ് ഒന്നും ചെയ്യില്ല. അവർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ. അവർക്ക് സൈക്കോളജി ചിലപ്പോൾ കാണുമായിരിക്കും. അതിനുള്ള കാശ് നമ്മൾ ആവശ്യം കൊടുത്തില്ലേ? ഇൻസ്റ്റഗ്രാം ഇല്ലാതെ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യാൻ പോണ ആളാരാണ്? കൊണ്ട് പഞ്ചായത്തിൽ പോയിരിക്കും. ഞാൻ പഞ്ചായത്തിൽ പോയി ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വേറെ ഓപ്ഷനിൽ ഫോൺ വേണം. ഇൻസ്റ്റഗ്രാം വേണം നിർബന്ധം. ഇൻസ്റ്റഗ്രാം ഇല്ലാണ്ട് സർവൈവ് ചെയ്യാനൊക്കെ പറ്റും. ഫോണാണ് മെയിൻ. ഫോൺ ഇല്ലാണ്ട് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ബുക്സ് ഒക്കെ വായിച്ചിരിക്കാറുണ്ട്.
ഞാൻ എന്തെങ്കിലും പരിപാടി കണ്ടെത്തും. ഗോയിങ് വിത്ത് ഫ്ലോ ആണ്. എന്തിൻ്റെ കൂടെ അഡാപ്റ്റ് ആവും ഞാൻ. ഫയർ ഞാൻ ചോദിക്കട്ടെ, എടാ, ഏത് ഞങ്ങൾക്കൊരു ഫയർ വേണമെന്ന് അങ്ങനെ ഉദ്ദേശിച്ചു. ഫയർ എന്ന് പറഞ്ഞു. ആ, ഉള്ളിലൊരു fire. എടാ ഞാൻ അത് പറഞ്ഞ പറയൂ സുധി. ഞാൻ എല്ലാത്തിൻ്റെ കൂടെ അഡാപ്റ്റ് ആയി പോകും. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് വലിയ വിഷയമൊന്നും. ഉണ്ടെങ്കിൽ അത്, ഇപ്പൊ ഇല്ലെങ്കിൽ അതിന് വേറൊരു മാർഗം എന്തെങ്കിലും കാണുമായിരിക്കുമല്ലോ. ഓക്കെ. അപ്പൊ അത് അഖിലാണെങ്കിൽ ആലോചിക്കുന്നത് എന്തോ എന്തോ ചെയ്യും. ചെയ്യും ഞാൻ. അല്ല അന്നേരം വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കും. ഇൻസ്റ്റാഗ്രാം തിരിച്ചു വരുമായിരിക്കുമല്ലോ, അപ്പൊ പോസ്റ്റ് ചെയ്യാമല്ലോ. യൂട്യൂബ് ഉണ്ടല്ലോ. യൂട്യൂബ് ഉണ്ടല്ലോ, അതെ. ആരായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഡയറക്ടർ ആവും ഒരു ദിവസം? അഖിലേട്ടൻ. ഏറ്റവും കൂടുതൽ ഉള്ളിൽ ആഗ്രഹം ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആളാണ്. ആണല്ലേ? ഡയറക്ഷൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ഞാൻ എന്റെ സ്വന്തം പടം ഇറക്കും ഇവിടുന്ന് കുറെ പഠിച്ച്, പക്ഷെ നമ്മളൊന്നും വിളിക്കൂലെന്ന് പറഞ്ഞു. ഓ അത് മോശമായി പോയി. തമാശക്ക് പറയുന്നത്. അല്ല എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്നൊക്കെ. ഇൻ ഫ്യൂച്ചർ ഉറപ്പായിട്ടും പറ്റട്ടെ. എനിക്കും ഡയറക്ടർ ആവാൻ ആഗ്രഹം. ആഗ്രഹം ഉണ്ടല്ലേ? അതവിടെ വെച്ചാൽ മതി കേട്ടോ, ആദ്യം അവിടെ ആവട്ടെ. അങ്ങനെ പറ. അല്ലെങ്കിൽ ആൾക്കാര് വേറെ കാണല. സിനിമയിലും അങ്ങനെ തന്നെ റിയൽ നീ അയക്കും. റോസിക്കിന്റെ സ്വഭാവം കഥയൊക്കെ എഴുതിയിട്ടുണ്ടോ ഷാമോൻ? ഞങ്ങളൊക്കെ വിളിച്ചാൽ മതി ഒരു ചെറിയ വേഷത്തിന്. ഇല്ല തീർത്തിട്ടില്ല, കഥയൊക്കെ എഴുതാറുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങളുടെ 1 year ago ഉള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു. ആ വീഡിയോയിൽ പറയണത് അഖിലാണ് ആക്ച്വലി ആ വീഡിയോ എടുക്കുന്നത്. ഇതിനെങ്കിലും രക്ഷപ്പെടണം, പെടുവായിരിക്കും അല്ലെ, പെടുവായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. പെടും പെടും പെടും. അപ്പോ ഞാൻ പറയണ ശരിക്കും നിങ്ങൾ രക്ഷപ്പെടും ആഫ്റ്റർ ദിസ്. നിങ്ങൾ അത്രയും അധികം നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം നിങ്ങൾ ചെയ്തേക്കാണ്. ഇപ്പൊ പറഞ്ഞു സിനിമ ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് നാളായിട്ട് ഇങ്ങനെ സിനിമ എന്ന് കേട്ടപ്പോഴേ പോയ ആൾക്കാരാണ് ഞങ്ങൾ ഓരോരുത്തർ. സോ ഡെഫിനറ്റ്ലി മഹാരാജ ഹോസ്റ്റൽ നിങ്ങൾ എല്ലാവരെയും മഹാരാജാക്കന്മാരാക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഹിറ്റായതിനു ശേഷം വരുന്നുണ്ട് കേട്ടോ കാണാൻ. ആണല്ലേ? താങ്ക്സ്. എന്തെങ്കിലും കൊണ്ട് വരണം കേട്ടോ, വെറുതെ വരരുത്. ഹിറ്റായില്ലെങ്കിൽ എന്തെങ്കിലും വരാം. അയ്യോ ഞാനില്ലാണ്ട ബൈ. ഓക്കെ ഗൈസ്, താങ്ക് യു, ബൈ. നല്ലായിരുന്നു കേട്ടോ. ആണോ? അത് ഓഫാക്കില്ല, ഓഫാക്കില്ല. കഴിഞ്ഞൊരു ചേട്ടനെ ഇന്റർവ്യൂ എടുത്ത് പുള്ളി എടുത്ത് പറഞ്ഞില്ല. അത് അതുകൊണ്ടല്ല, അത് ഇന്റർവ്യൂ. അല്ല പുള്ളി എന്റെ ഫ്രണ്ടാ. അല്ല ഒരു വൈബ് ഉണ്ടല്ലോ. ആവശ്യമില്ലല്ലോ. പുള്ളി പറയും പക്ഷെ അല്ല വൈബ് നല്ല രസമുണ്ടായിരുന്നു. ആണല്ലേ? ചോദ്യങ്ങള് കുറച്ച് ഫോൺ ക്യാമറ പ്ലീസ്. ചോദ്യങ്ങൾ കുറച്ച് വെറൈറ്റി അല്ല പറയുന്നില്ല, എല്ലാരും ചോദിച്ച ചോദ്യങ്ങളാ ചോദിച്ചെങ്കിലും പക്ഷെ എന്തൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പ്രശ്നമില്ല, എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ? ഓ ആദ്യത്തെ വൻ സാധനം കിട്ടും എനിക്ക്. അതാ ഞാൻ പറയണേ. വാവുമായിരുന്നു, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ട് പഠിച്ചോൻ എന്താ പറയാന്ന്. പക്ഷെ അല്ല നമ്മളെക്കാളും എനർജി ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നില്ലേ? ഞാനും അങ്ങനെയല്ല, നമുക്ക് തിരിച്ച് നിങ്ങൾ പറയുന്ന ആൻസർ വൈബിനനുസരിച്ച് നമുക്ക് വൈബാൻ പറ്റുള്ളൂ. ഇനി ഞാനും ഇങ്ങനെ ഇരിക്കും. അപ്പൊ നിങ്ങൾ ആ ഒരു വൈബ് തന്നോണ്ട് സെറ്റായി. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് വൈൻഡപ്പ് ശരിക്കും. ഇല്ല ഞാൻ പറഞ്ഞില്ല വീണ്ടും പരിപാടിയാണ് കാണിച്ചത്.